ആണുങ്ങൾ വല്ലതും കൂടെ ഉണ്ട് പ്രത്യേകം പറയണേ. പെണ്ണുങ്ങളാണല്ലോ. അടൂരാണോ പോണ്ടേ? പറഞ്ഞാൽ മതി, എനിക്ക് പൈസയേ വേണ്ട. ഞാൻ അറിഞ്ഞോ അറിയാതെ ചോദിക്കത്തേ ഇല്ല കാശ്. 4 പേർക്കൂടെ ഒരുമിച്ചങ്ങ് തരട്ടെ. 0 ആണോ നോക്കിയിട്ട് ആണല്ലോ. കറക്റ്റായിട്ട് സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് കണ്ടക്ടറോട് ചോദിച്ചു മേടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫൈൻ അടിക്കും. 500 രൂപ ഫൈനാണ് കേട്ടോ, ടിക്കറ്റ് കയ്യിലില്ലെങ്കിൽ. ഇറങ്ങുന്ന സ്റ്റോപ്പ് കറക്റ്റായിട്ട് പറയണേ, കാരണം നമുക്ക് വേറെ എങ്ങും ഈ ടിക്കറ്റും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല. അഥവാ ഇറങ്ങണമെങ്കിൽ കണ്ടക്ടറെ വിളിച്ചിട്ട് പറയണം, വീണ്ടും ടിക്കറ്റ് എടുത്ത് കൈ തന്നെങ്കിലേ ഇറങ്ങാൻ പറ്റും കേട്ടോ, അല്ലെ ഫൈൻ അടിക്കുവേ. കറക്റ്റായിട്ട് വണ്ടിയെ കയറുമ്പോൾ എത്ര തിരക്കായാലും ടിക്കറ്റ് മേടിക്കണം കേട്ടോ. വളരെ വളരെ നല്ല കാര്യമാണ്. കാഷ്യൂ ഫാക്ടറി പോകുന്നതിലും ഈ കടകൾ തുണിക്കടയിലും ഒക്കെ അന്നുള്ള ഇതിൽ പോകുന്നവർക്ക് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് വളരെ സന്തോഷം. ശമ്പളത്തെ ബാധിക്കത്തില്ലെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അവർ പ്രത്യേകം അതിന് ഗ്രാന്റും കാര്യങ്ങളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇതിനകത്ത് PFT എന്നും പറഞ്ഞ പ്രിയദർശിനി ഫ്രീ ടിക്കറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുക്കുമ്പോൾ നമുക്ക് 0 വാല്യൂ ടിക്കറ്റ് വരും. അതും കൊടുത്താൽ ഒരു സ്ത്രീ കയറുമ്പം അത് അവർക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അത് കറക്റ്റായിട്ട് സ്ഥലം പറയുക. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് കറക്റ്റ് സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. അവരുടെ കയ്യിൽ മസ്റ്റായിട്ടും ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഫൈൻ അടിക്കും എന്നാ പറയുന്നത്. 500 രൂപ. തീർച്ചയായിട്ടും. സ്റ്റോപ്പിൽ ഇറങ്ങിയ അതല്ല എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കണ്ടക്ടറെ അറിയിക്കണം. നേരത്തെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറയണേ, എനിക്ക് ഇങ്ങനെ തെറ്റിപ്പോയി, അടുത്ത സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് തരാമോ, വീണ്ടും ടിക്കറ്റ് അടിച്ചു കൊടുക്കും.